എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻട്രോയിൽ വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വിഷു എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളാണ് എൻ്റെ അമ്മയുടെ വീട്ടിലുള്ള ആ ഒരു കാലഘട്ടം. ഏലൂർ, പിന്നെ മുട്ടിനകം എന്ന വരാപ്പുഴ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെയാണ് എൻ്റെ അമ്മയുടെ ബ്രദേഴ്സ് എല്ലാം താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ മരിച്ച് ഇനിയിപ്പോൾ ആരുമില്ല, അവരുടെ മക്കളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ചെറുപ്പ കാലഘട്ടങ്ങളിലെല്ലാം വിഷു ആഘോഷിക്കാനായിട്ട് നമ്മളുടെ ഈ സ്കൂളിൻ്റെ വെക്കേഷനും എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ 1 മാസം 2 മാസമൊക്കെ അവിടെ പോയി നിൽക്കൽ പതിവാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് നമ്മളുടെ വിഷു ആഘോഷം. അപ്പോൾ ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വിഷുമാറ്റം എന്ന് പറഞ്ഞ ഒരു കാര്യം ഏലൂർ നടക്കാറുണ്ട്. അപ്പോൾ ഏലൂർ നമ്മളുടെ അമ്മയുടെ ഒരാങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വിഷുമാറ്റം. ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ കച്ചവടങ്ങളെല്ലാം വരുന്നത്. നമ്മൾ പുലവാണിപ്പം മേളയിലൊക്കെ പോയി കാണിക്കാറില്ലേ, അതുപോലെ തന്നെയാണ് വിഷുമാറ്റ ചന്ത എന്ന് പറഞ്ഞത്. ആ ഒരു ഓർമ്മയാണ് വിഷു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓടി വരുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളാണത്. ചെറുപ്പകാലത്തിലൊക്കെ ഇങ്ങനെ അവിടെ പോയി നിന്നിട്ട്, ഒന്നാമത്തെ വാട്ടർ ഫ്രണ്ടാണ് ഇവരുടെ വീട്, കായലിൻ്റെ തീരത്താണ് വീട്. അപ്പോൾ ഈ കായലിലും ഒരുപാട് കച്ചവടക്കാർ വഞ്ചിയിൽ വലിയ വള്ളത്തിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കും. അതുമൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. ഒന്നാമത് ഞങ്ങൾ സിറ്റിയിൽ ജീവിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര വലിയ സന്തോഷം, ഒരു അത്ഭുതങ്ങളൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് പുഴ, കായലിൻ്റെ അകത്ത് കച്ചവടങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചകൾ ചെറുപ്പം മുതലേ നമുക്ക് ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ എല്ലാ വെക്കേഷനും നമ്മളുടെ 2 മാസത്തെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ കുറേ അധികം ദിവസം അവിടെ നിൽക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ വിഷു, പിന്നെ ഓണത്തിൻ്റെ സമയം എന്നൊക്കെ പറയുമ്പോൾ 10 ദിവസത്തെ വെക്കേഷനുകളിൽ ആ സമയത്തൊക്കെ പോകൽ കുറവാണെങ്കിലും പോയിട്ടുണ്ട്. പക്ഷേ ഈ വിഷുവിൻ്റെ ടൈമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷു എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു നമ്മളുടെ ചെറുപ്പകാലത്തിലുള്ള വെക്കേഷനുകളെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യങ്ങളൊന്നും നമ്മളുടെ ഈ പുതിയ തലമുറക്കൊന്നും കിട്ടിയിട്ടുള്ളതായിട്ട്, അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള യാതൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ വിഷുവിനെ കുറിച്ച് ആധികാരികമായി ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു വർഷം തന്നെ ആകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വിഷുവിൻ്റെ ദിവസം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇന്നല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മളുടെ സൺഡേ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളി ക്ലീൻ ചെയ്യാനൊക്കെ പോയി. പിറ്റേ ദിവസം ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കുർബാനയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് തന്നെ പോകണേണ്. 6:30ക്കാണ് കുർബാന, എങ്കിലും നമ്മൾക്ക് നേരത്തെ പോകണം. അപ്പോൾ ഞാൻ കണ്ണട ഉടുപ്പിൽ തന്നെ കൊളുത്തിയിട്ടേക്കുന്നത് മറന്നു പോകാതിരിക്കാനാണ്. കാരണം എനിക്കിന്ന് വായനയുണ്ട് പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് കണ്ണടയില്ലാതെ എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും അത് മറന്നു പോകാതിരിക്കാൻ വേഗം ഉടുപ്പിൽ തന്നെ കൊളുത്തിയിട്ടതാണ് ആദ്യം തന്നെ. അങ്ങനെ നമ്മളിത് നമ്മുടെ ഇടവ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇടവ പള്ളിയിൽ വരവ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ പള്ളി ഞാനധികം കാണിക്കാറില്ല. അപ്പോൾ നമ്മളുടെ പള്ളി സെയിൻറ്റ് പീറ്റർ ആൻഡ് പോളാണ്. സെയിൻറ്റ് പീറ്ററും സെയിൻറ്റ് പോളും കൂടിയുള്ള ആ ഒരു പേരിലാണ് പള്ളി. അപ്പോൾ അങ്ങനെ സെയിൻറ്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ചാണ്, ഇത് അമരാവതിയാണ് സ്ഥലം. അപ്പോൾ നമ്മളിതേ പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പള്ളിയെല്ലാം ഗ്ലാസ് ഡോറാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മളുടെ പള്ളി എയർ കണ്ടീഷൻ ചെയ്ത പള്ളിയാണ്. സുഖമായിട്ടിരുന്ന് നമ്മൾക്ക് കുർബാനയിലൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. എത്ര ചൂട് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിക്കകത്ത് കയറിയാൽ വളരെ ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സിമിത്തേരിയൊക്കെ ഇപ്പോൾ നവീകരിച്ചെടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയാക്കി ഇപ്പോൾ ഇരിക്കുന്ന അച്ഛന്മാരെല്ലാവരും ചേർന്നിട്ട് വളരെ മനോഹരമാക്കി എടുത്ത്, അവരുടെ ഒരുപാട് പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് ആ സിമിത്തേരിയൊക്കെ അവർ ഇതുപോലെ ആക്കിയെടുത്തത്. നേരത്തെ എല്ലാം ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു സിമിത്തേരിയായിരുന്നു, പല രീതിയിലുള്ള കുഴികൾ. ഇതിപ്പോൾ എല്ലാം ഒരു യൂണിഫോം ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ എന്തായാലും കാറിൽ കയറ്റുമല്ല. അപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു ചുറ്റും വീടിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് കേട്ടോ. കൂടുതൽ ദൂരേക്കൊന്നും കൊണ്ടുപോകണില്ല. ഇനി എനിക്ക് വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് പണികളൊക്കെ ഉള്ളതല്ലേ. അപ്പം അങ്ങനെ പപ്പയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ദൂരേക്കൊന്നും കൊണ്ടുപോകില്ല. ഇപ്പോൾ ഇത് തന്നെ ഞാൻ പറയുമ്പോഴാണ് കൊണ്ടുപോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പപ്പ നേരെ ഓടിച്ച് വീടിൻ്റെ അകത്തേക്കാണ് കാറ് കയറ്റുക. ഇപ്പോൾ റോജറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റിച്ചാർഡാണെന്നുണ്ടെങ്കിലും ഫോർട്ട് കൊച്ചി മുഴുവൻ കറക്കിയിട്ടേ അവളെ തിരിച്ച് കൊണ്ടുവരുള്ളൂ കേട്ടോ. ഭയങ്കര വെയിലടിക്കുന്നുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് പള്ളിയിൽ പോയപ്പോൾ തന്നെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയുടെ ഒരു ഫോട്ടോ DP-യിൽ മാറ്റാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കണം. അങ്ങനെ റയനെ വിളിച്ചൊരു ഫോട്ടോ എടുത്തതാണ് പപ്പയുടെ. പക്ഷേ അപ്പോൾ പപ്പ പറഞ്ഞ് വേണ്ട, എൻ്റെ സിംഗിൾ വേണ്ട,
നീയും കൂടി നിൽക്കണ ഒരു ഫോട്ടോ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും കൂടി വന്ന് നിന്നിട്ട് ഫോട്ടോ എടുത്ത്. ഇപ്പോൾ പപ്പയുടെ DP-യിൽ ഈ ഒരു ഫോട്ടോയാണ് കിടക്കുന്നത്. ഇതിന് മുൻപ് പപ്പയും അമ്മയും കൂടി നിൽക്കണ ഫോട്ടോയായിരുന്നു ഇത്രയും നാൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വന്ന വഴി എൻ്റെ ഉടുപ്പ് ഊരിയിട്ട് ഞാൻ ഇത്തിരി നനച്ച് വെച്ചിട്ടുണ്ട്. കാരണം നല്ല വേർത്താണ് വന്നത്. അപ്പോൾ ഇനി അത് അങ്ങനെ തന്നെ വേർപ്പിരുന്ന് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സാണ് അത്. അപ്പോൾ അത് കറ പിടിക്കണ്ടെന്ന് വിചാരിച്ച് വേഗം തന്നെ നനച്ച് വെച്ചിട്ടുണ്ട്. കാലത്ത് ജോലികൾ കഴിഞ്ഞിട്ട് വേഗം ഒന്നും അങ്ങോട്ട് കഴുകിയിടല്ലാന്ന് വിചാരിച്ചിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേർപ്പ് പിടിച്ചിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെള്ളത്തിലെങ്കിലും ഇട്ട് വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കറയായിരിക്കുള്ളൂ ഡ്രസ്സിലുണ്ടാവണം. ഒന്നാമത് യെല്ലോ കളറല്ലേ, പെട്ടെന്ന് തന്നെ കറയൊക്കെ പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഞാനത് കഴുകാൻ അവിടെ മുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ പുട്ട് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ വേഗം തീരുമല്ല. പിന്നെ നമ്മൾ ഇന്നത്തേക്ക് കുറച്ച് നേരത്തെ മേടിച്ച് വെച്ച മീനും ചെമ്മീനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മീൻ വറുക്കാനായിട്ട് പുരട്ടി വെച്ചേക്കണോണ്ട് തന്നെ അത് വേഗം തന്നെ ചെയ്യാം. പിന്നെ ഒരു ചെമ്മീനൊക്കെ ഉലർത്തിയെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചെമ്മീൻ ചക്കക്കുരു മുരിങ്ങാക്കോല് മാങ്ങയൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറാണ്. അപ്പോൾ ബാക്കി വന്ന ഒരിത്തിരി ചക്കക്കുരും ഒരു മുരിങ്ങക്കായ് മാത്രം കയ്യിലുണ്ട്. മാങ്ങ ഇല്ല, പച്ചമാങ്ങയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് ചെമ്മീനിട്ടിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കൂലേ, അങ്ങനെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അല്ലെന്നുണ്ടെങ്കിൽ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ചാറ് വെക്കാമെന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേദിവസത്തെ മീൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ കറികളൊക്കെ ഒരുപാടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ എടുത്തിട്ട് റയൻ വന്നതാണ്. അപ്പോൾ റയനൊക്കെ തലേദിവസം ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. റോജറിന് കല്യാണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോജർ പോയിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയനാണ് അവനെയും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയൻ ഒരുപാട് താമസിച്ചാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ഒരുപാട് ലേറ്റായിട്ട് തന്നെ കിടന്നത്. 12:30ക്കാണ് ഞാൻ കിടന്നത്. റയൻ അതിന് ശേഷം അവൻ വന്നിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും റയന് രാവിലെ തന്നെ റൂബിനെ നമ്മൾ അവൻ്റെ റൂം തുറന്ന് അങ്ങോട്ട് ആക്കിയിട്ടാണ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ്റെ ഉറക്കം പോയി. പിന്നെ പപ്പ വന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിക്കാനായിട്ട് അപ്പോഴും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും അവൻ എഴുന്നേറ്റ് വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവൻ്റെ ഉറക്കം പോയി. പിന്നെ അവന് തുമ്മലും ജലദോഷമൊക്കെ ആ ഒരു സമയം തെറ്റിയിട്ടൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊരു ഉറക്കവും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ റയൻ വന്നിട്ട് അവിടെ ഇരിക്കണേ, ഏതായാലും ഉറക്കം പോയി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുഴപ്പമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ കിടന്നുറങ്ങാം. അപ്പോൾ ഞാൻ പപ്പനെ വിട്ടിട്ട് ചിക്കൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വിനോദിന് ചിക്കൻ കൊണ്ടുവന്ന് തരാൻ പറ്റില്ല, ഞായറാഴ്ച ദിവസമൊക്കെ തിരക്കാം. അപ്പോൾ റൂബിക്ക് എന്തായാലും ചിക്കൻ ഇല്ല, നമുക്കിന്നിപ്പോൾ വെക്കണ്ട ചിക്കൻ. റൂബിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ സാധാരണ പോലെ തന്നെ 2 ചിക്കൻ മേടിച്ച് അതിനകത്ത് കരളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ടാണ് ആദ്യത്തെ ദിവസം വേവിക്കണം. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അവൾ ഇന്ന് നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു 2-3-4 ദിവസത്തേക്കുള്ള ചിക്കനാണ് ഒന്നിച്ച് വേവിച്ചിട്ട് വെക്കണത്. ബാക്കിയുള്ളത് എല്ലാം ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ച് ഫ്രീസറിലോട്ടും വെച്ച്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകാതെ വെക്കുള്ളൂ കേട്ടോ, കഴുകിയിട്ട് വെക്കാറില്ല. അപ്പോൾ ചിലവരിങ്ങനെ ചോദിക്കും കഴുകിയിട്ടാണോ വെക്കണത്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ കഴുകിയെടുക്കുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് ഇപ്പോൾ വിഷു ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു ഡ്രസ്സ് എന്താണ് സെറ്റുമുണ്ട്, അതൊക്കെ പഴയതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് സെറ്റുമുണ്ട്, ഇത് കേരള സാരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉടുക്കാൻ എനിക്ക് വലിയ ഒരു താല്പര്യം തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും മേടിക്കാറില്ല. കുറച്ചധികം എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ 2-3 ഓരോരുത്തർക്ക് ഞാൻ കൊടുത്ത്. പിന്നെ ബാക്കിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഇതുപോലെ ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പുതിയതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പുതിയതൊക്കെ മേടിച്ചു കഴിഞ്ഞാലും ഞാനിങ്ങനെ ഉടുക്കടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ബ്ലൗസ് പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തോളം ആയിട്ട് എൻ്റെ കയ്യിൽ തയ്ച്ചിട്ട് ഇടാതെ വെച്ചിരുന്നൊരു ബ്ലൗസാണ്. എന്തോ അതിടുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പ്രായമായ ഒരു ശരപ്രദം പോലെ തോന്നും ആ ബ്ലൗസ് ഇടുമ്പോൾ. നിങ്ങൾ അങ്ങനെ തോന്നിയാന്ന് പറഞ്ഞോട്ടാ, എന്തോ ഒരു ഇടുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയിട്ട് മാറ്റി വെച്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരുന്നൊരു ബ്ലൗസാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആ ബ്ലൗസിൽ നിന്ന് ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഒരു വയലറ്റ് പുളിയിലക്കരയുള്ള ഒരു സെറ്റ് മേടിച്ചാൽ അപ്പോൾ ഇതിനെ കൂടി ഇടുമ്പോൾ മാച്ചിങ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ റയൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ റയൻ പറഞ്ഞ് ഞാൻ പോയി മേടിക്കാം. പക്ഷെ പോയി മേടിക്കാനൊന്നും പറ്റിയില്ല, പുറത്തേക്ക് ഇറങ്ങാനേ തോന്നണില്ല. ഒന്നാമത് ചൂട്, എനിക്ക് ഭയങ്കര മടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് പോയി മേടിച്ചില്ല. അപ്പോൾ ആ ഒരു പഴയ ഒരു സെറ്റ് കൊണ്ട് വെച്ചിട്ട് തന്നെ ഞാൻ ആ ബ്ലൗസ് കൊടുത്തു. പിന്നെ മീൻ വറുക്കാനായിട്ട് മീൻ മുങ്ങിക്കിടന്നിട്ട് വറുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്ടി തന്നെ വേണം, കുഴിവെള്ള ചട്ടി വേണം. അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ അങ്ങോട്ട് പരന്ന് പോകും. ഈ മീൻ ഇത്തിരി പൊക്കം കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കിത്തിരി ദശക്കട്ടിയുള്ള മീനുകളൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടന്ന് 2 സൈഡും വേകുമ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി പച്ച പോലെ ഒരു സൈഡിലിരിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി മീൻ വറുക്കാനായിട്ട് എടുത്തത്. ഇത് വെള്ളപ്പത്തിൻ്റെ ചട്ടിയാണ്. വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല. വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത്. ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എനിക്ക് ഇത് ഉപയോഗിച്ച് വെള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് അത് എടുത്ത് കറക്കിയും തിരിച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൈമുട്ടിൻ്റെ അകത്തൊക്കെ വേദന വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ മീനും വറുക്കണം. ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് ചെമ്മീനുണ്ട്. ആ ചെമ്മീനൊന്ന് ഒലത്തിയിട്ടെടുക്കണം. ആ ചെമ്മീനൊത്ത ചട്ടി തന്നെ വേണം നമുക്ക് കുറച്ച് ചക്കക്കുരു ഇരിക്കുന്നതും കൂടി ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കാൻ. അപ്പോൾ നമ്മൾ ഒലത്തി ചെമ്മീൻ ഇങ്ങനെ കുറേ, അതായത് 3/4 ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഒരു 1/4 ഭാഗം അതിനകത്തിട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ ചക്കക്കുരു ക്ലീൻ ചെയ്തതും ഒരു മുരിങ്ങാക്കോൽ ഉണ്ടെന്നല്ല അതും കൂടി ഇട്ടിട്ട് സാവധാനം അത് ഒന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം, ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി മൂത്ത ചക്കക്കുരു ആയതുകൊണ്ട് നല്ല വേവുണ്ടായിരുന്നു. കുറേ അധികം നേരം ഇട്ട് വേവിച്ചിട്ടാണ് അത് ആയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് രണ്ടും കൂടിയുള്ള ആ ഒരു രുചി വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിന്, പ്രത്യേകിച്ച് ചെമ്മീനും കൂടി ഇടുമ്പോഴേക്കും. അപ്പോൾ ആദ്യം ചെമ്മീൻ എടുത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്കത് എടുക്കാമല്ലോ. പിന്നെ വേറൊരു ചട്ടിയുടെ ആവശ്യമില്ല. അങ്ങനെ ചെമ്മീൻ എടുത്ത ചട്ടിയിൽ തന്നെ നമ്മളിതുപോലെ പച്ചക്കറികൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല മുരിഞ്ഞിരിക്കുന്ന ടേസ്റ്റാണ്. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ റോജർ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. കാരണം റോജറിന് ഇനിയിപ്പോൾ അങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. കാരണം റോജർ അവിടെ ആയിക്കഴിഞ്ഞ്. നേരത്തെ നമ്മൾക്ക് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളം വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഫെബ്രുവരി മുതലേ നിൽക്കാൻ തുടങ്ങിയതാണ്. അവിടെ അവരുടെ ബിൽഡിങ്ങിന് എന്തോ പണിയൊക്കെ നടക്കണോണ്ട് വർക്ക് ഫ്രം ഹോം എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ സാധിച്ചു. അന്നൊക്കെ നല്ലൊരു സന്തോഷമായിരുന്നു. റിച്ചാർഡും പഠനത്തിൻ്റെ ആവശ്യമായിട്ട് റിച്ചാർഡും നാട്ടിൽ നിൽക്കണമായിരുന്നില്ല, റയൻ മാത്രം ഉണ്ടാകുന്നിരുന്നു. അപ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു ടൈമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും തിരിച്ചു വരില്ല. കാരണം ഇനിയിപ്പോൾ അവർ ജോലി തിരക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാനാണ്. നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറണില്ലേ. ഇപ്പോൾ റിച്ചാർഡിൻ്റെ വിവാഹം കഴിയും, അപ്പോൾ വേറൊരു സാഹചര്യത്തിലേക്കും ഒക്കെ നമ്മൾ മാറണേണ്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളൊക്കെ തീർന്ന് നമ്മളെപ്പോഴും പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒട്ടും തൃപ്തരല്ലാത്തവരാണ്. പക്ഷേ ഈ പ്രസൻറ്റ് സിറ്റുവേഷനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളെന്നുള്ളത് മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നാറുണ്ട്. എത്ര മനോഹരമായ കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്, അന്ന് എന്തുകൊണ്ട് അത് അത്രയും ആസ്വദിച്ചില്ല എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. മനുഷ്യരായി പിറന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇല്ലേ, ഞാനിപ്പോൾ ആ ഒരു ചെമ്മീൻ കുറച്ച് ഇത്തിരി മാത്രം അതിനകത്തിട്ട് ബാക്കി കോരി മാറ്റിയിട്ട് ആ ഒരു ചട്ടിയിലേക്കാണ് ചക്കക്കുരും മുരിങ്ങാക്കോലും കൂടി ഇട്ട് കൊടുത്ത്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യാനുള്ള കാര്യങ്ങളില്ല. ചാറ് വെക്കാൻ എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ മാങ്ങയില്ലല്ലോ, നല്ല പച്ചമാങ്ങ തന്നെ വേണം. അപ്പോൾ അത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചു. പക്ഷെ ഒട്ടും വേണ്ടായിരുന്നില്ല ചക്കക്കുരു. ഒത്തിരി നേരം ഇരുന്നിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കിടന്ന് കുറച്ച് നേരം, എന്നിട്ട് വന്നിട്ട് പോലും അതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞാണ് ആയത്. അപ്പോൾ ഇന്നത്തെ നല്ല ടേസ്റ്റായിട്ടുള്ള ഓരോ ഡിഷസും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചൊരു ഊണാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തലേദിവസത്തെ കറികളും എല്ലാം കൂടി ചേർത്തപ്പോൾ ഒരുപാട് കറികളായി. എനിക്ക് ഒരുപാട് കറികൾ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ വൈകുന്നേരം ചായയൊക്കെ ഇട്ട് കൊടുത്ത് റോജറിനൊരു പഴമൊക്കെ കൊടുത്ത് അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ റോജർ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ റോജർ ബേക്കറി പോയിട്ട് കുറച്ചധികം ചിപ്സ്, ബനാന ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെയുള്ള പലർക്കും ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാനുണ്ട്, ഓരോ പാക്കറ്റ് വെച്ചിട്ടൊക്കെ. അങ്ങനെ കണക്ക് കൂട്ടി അവൻ മേടിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് എനിക്കും കൊണ്ടുവന്ന് തന്നിട്ടാണ്. അങ്ങനെ അത് മാത്രമാണ് കൊണ്ടുപോയത്. ഇപ്പം ഇനി അവനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാം അവന് ഭക്ഷണം എല്ലാം അവൻ്റെ ഓഫീസിലുണ്ട്. അപ്പോൾ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അവൻ ഇറങ്ങി. പക്ഷേ ഇവിടെ റയനും ഇല്ല, പപ്പയില്ല. റയൻ പള്ളിയിൽ പോയേക്കണേണ്. പപ്പയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലം വരെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഈ സമയത്ത് പോകുമെന്ന് സത്യത്തിൽ അവർക്കും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ വേദന പോയി. കാരണം ഇനി കഴിഞ്ഞ തവണ വണ്ടി കിട്ടാതെ മിസ്സായിപ്പോയി. വണ്ടി പോയിട്ട് പിന്നെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വേറൊരു വണ്ടി പിടിച്ചാണ് ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ഇത്തവണ അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ആൾ വേഗം പോണത് കേട്ടോ. അവിടെ പോയി വെറുതെ ഇരുന്നാൽ പോലും കുഴപ്പമില്ല, നേരത്തെ പോയേക്കാന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇത്രയും നേരത്തെ പോകുന്നവർക്ക് രണ്ടാൾക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ റോജർ പോയപ്പോഴത്തേക്കും ഞാൻ മാത്രമാണ് കണ്ടത്. അപ്പോൾ വണ്ടി ഇത്തിരി ദൂരെയാണ് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വാഷ്റൂം ഉള്ളതുകൊണ്ട് ആ പുള്ളി വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ റോജർ നോക്കിയിട്ട് ഡ്രൈവറിനെ കാണാനില്ല. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വന്നതാണ്.
അങ്ങനെ റോജർ പോകുന്നത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്, എങ്കിലും കുഴപ്പമില്ല, അടുത്ത് തന്നെയാണ്, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വരാം എന്നുള്ളൊരു സന്തോഷവും മനസ്സിലുണ്ട്. പിന്നെ അത് ഞാനിപ്പോൾ ഇന്ന് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റ് മുണ്ട് എടുത്തപ്പോഴത്തേക്കും എല്ലാ സെറ്റ് മുണ്ടിൽ ഏത് ഉടുക്കണമെന്ന് വിചാരിച്ചിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഞാനിത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ടിഷ്യൂൻ്റെ, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സെറ്റ് മുണ്ടാണ്. ആ ബ്ലൂ കരയൊക്കെ അതിൽ വെച്ച് പിടിപ്പിച്ചതാണ് തുണി. അത് നല്ല വിലയുമായിട്ടുണ്ട് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും. പിന്നെ ഈ ഒരു ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഒരു പച്ച ബ്ലൗസും കൂടിയാണ് ആ ഒരു പച്ച സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഉള്ളത്. ഇതൊരു സാരിയാണ്, ടിഷ്യൂൻ്റെ കേരള സാരി, അതിൻ്റെ ബ്ലൗസാണ്. ഇത് ആകെ ഒരു പ്രാവശ്യം എടുത്തിട്ട് പിന്നെ എനിക്ക് കൊടുക്കാനേ തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു സെറ്റ് മുണ്ട്, ഇതിൻ്റെ ബ്ലൗസ് ഒരു ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ്, ഇതും എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് വേറെ സെറ്റ് മുണ്ടുകൾ ഒരു 3 കൂടിയുണ്ട്. 2 സാരി ഒരു സെറ്റ് മുണ്ട്, അത് ഒരെണ്ണം ഇതായിരുന്നു. ഇതൊക്കെ ഞാൻ ഒരാൾക്ക് കൊടുത്ത്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ഈ ഒരു കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെവി ബ്ലൗസ്, ഇതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ടിനോട് ആ ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ട് അത്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് മുണ്ട് ബ്ലൗസും. ഇത് മില്ലൻസിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതായിരുന്നു. ഇതും എൻ്റെ കയ്യിലുണ്ട് ഈ ബ്ലൗസെല്ലാം. പിന്നെ ഈ ഒരു സാരിയും ബ്ലൗസും, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്, ഇത് ഞാൻ ആർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ആ ബ്ലൗസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ആ ബ്ലൗസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നൊരു വിഷുവിൻ്റെ ദിവസം ഞാനും പപ്പയും കൂടി എടുത്തതായിരുന്നു ഈ ഒരു ഫോട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.